ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ ആ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ വാറണ്ടിയിൽ പെടില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചോദിച്ചു വയ്ക്കണം അവരോട്. ഹായ് കൂട്ടുകാരെ, ടെക്ലൂട്ടാപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു HP Pavilion 15 ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ് ചെയ്തിരുന്നു. ഈ തവണ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ലാപ്ടോപ്പിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. നമ്മൾ മുമ്പ് ചെയ്ത ആ അൺബോക്സിങ് വീഡിയോയിൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം നമുക്ക് പ്രോസറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ അധികം ഗെയിമിംഗ് ഒന്നും ചെയ്യാറില്ല, മെയിനായിട്ട് വീഡിയോ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ ആ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പെർഫോമൻസിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെയിമിങ്ങിന് പ്രശ്നമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഞാൻ ഇത്രയധികം സമയം തുടർച്ചയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടും ആ ഒരു ഓവർ ഹീറ്റിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസോ സിസ്റ്റം സ്ലോ അങ്ങനെ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോസസറിൻ്റെ കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസാണ് കിട്ടുന്നത്. അടുത്ത കാര്യം റാമാണ്. റാം ഇതിൽ 8GB റാമാണുള്ളത്. പക്ഷേ 8GB റാം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും 5.7 GB സംതിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട്, അതായത് യൂസബിൾ ആയിട്ട് കിട്ടണത്. അതുകൊണ്ട് തന്നെ റാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 8GB കൂടി ആഡ് ചെയ്ത് 16GB ആക്കണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ, അതായത് വാങ്ങിക്കുമ്പോൾ തന്നെ 8GB ആണുള്ളത്, അതിൻ്റെ ഒരു പെർഫോമൻസ് മോശമൊന്നുമല്ല, നല്ല രീതിയിലുള്ള പെർഫോമൻസാണ്. അടുത്തത് പറയാനുള്ളത് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് SSD സ്റ്റോറേജ് ആണ്. ബൂട്ടിംഗ് ഒക്കെ വളരെ ഫാസ്റ്റാണ്. പിന്നെ 512GB SSD ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കുറച്ച് നാൾ കഴിയുമ്പോൾ. നമുക്കൊരു 1TB എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു നമുക്ക് തോന്നും. പക്ഷേ നമുക്കത് ആഡ് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് ഇതിലുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. പക്ഷേ SSDയുടെ കാര്യത്തിൽ നല്ല പെർഫോമൻസാണ്. പിന്നെ ഗ്രാഫിക് കാർഡിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക് കാർഡും ഇതുപോലെ തന്നെ ഓവർ ഹീറ്റിങ്ങും പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ റെൻഡർ ചെയ്യുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഗ്രാഫിക് കാർഡിൻ്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പാണ്. ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു 3 മണിക്കൂർ വരെയൊക്കെ എനിക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നമ്മൾ നോർമലി വല്ല സിനിമ കാണുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു 6 മണിക്കൂർ വരെയൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കാര്യം പറയാനുള്ളത് സൗണ്ടാണ്. സൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കതൊരു വലിയ സൗണ്ടായിട്ട് ഫീൽ ചെയ്യണില്ല. എന്നാൽ തന്നെ നമ്മൾ ലാപ്ടോപ്പ് എക്സ്ട്രാ കീബോർഡും മൗസും യൂസ് ചെയ്യാണ്ട് തൊട്ടടുത്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടാണ്. പിന്നെ ഉള്ള സൗണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ്. അതാണ് പറയേണ്ട ഒരു കാര്യം. വളരെ ഒച്ചത്തിലുള്ള സൗണ്ടല്ല, പക്ഷേ ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത കാര്യം വെയിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ വെയിറ്റ് ഉണ്ടാവും. എന്തായാലും വെയിറ്റ് കുറഞ്ഞ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ വളരെ കുറവാണ്. അടുത്തൊരു സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്കിതിൽ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. അതിലാദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റിയാണ്. ഡിസൈൻ നല്ല ഡിസൈനാണ്, ഡിസൈൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി കുറച്ചും കൂടി നന്നാക്കായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ടഫായിട്ടുള്ള ലാപ്ടോപ്പ് ഒന്നല്ല. എന്താ പറയുക, കുറച്ചൊരു എന്താ പറയുക, അത്രയ്ക്കൊരു ബലമില്ലാതെ നിർമ്മിച്ച പോലത്തെ ഒരു ലാപ്ടോപ്പാണ്. എന്ന് വെച്ചാൽ വളരെ മോശമെന്നല്ല, അതിന് വേണ്ടതായ ബലമുണ്ട്. പക്ഷെ ഒരു ടഫ് ലാപ്ടോപ്പായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് പാഡാണ്. ട്രാക്ക് പാഡിന് യൂസേജിൽ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ട്രാക്ക് പാഡ് വളരെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്കോ അല്ലെങ്കിൽ എന്താ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അതൊരു കുറച്ചൊന്ന് ഇളകണ പോലെ തോന്നും. അത് അത്രയും ഒരു എന്താ പറയുക, ഒരു ഫീഡ്ബാക്ക് വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. യൂസേജിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ള കാര്യം കീബോർഡാണ്. അതിൻ്റെ തന്നെ കീപാഡ്. ആ കീപാഡിൻ്റെ ലൈറ്റാണ് എനിക്കൊരു പ്രശ്നം തോന്നിയത്. കാരണം എന്താ പറയുക, ആ ലൈറ്റ് നമുക്ക് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യാൻ അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വെള്ള ലൈറ്റ് ആയിരുന്നെങ്കിലും പിന്നെയും കുഴപ്പമില്ല. ഇത് എന്താ പറയുക, ഒരു വയലറ്റ് കളർ ലൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കണ്ണിലേക്ക് കുത്തുന്ന പോലത്തെ ഒരു വെളിച്ചാണ് വരുന്നതെന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ കീപാഡിൻ്റെ ലൈറ്റ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നുള്ള നിലയിൽ ആ ഒരു ലൈറ്റ് അതിനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് എൻ്റെ പേഴ്സണൽ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു വളരെ കുറഞ്ഞ യെല്ലോ കളർ ലൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആംബർ കളർ ലൈറ്റൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക, അതുപോലത്തെ കീബോർഡിനൊക്കെ രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുമ്പോൾ. അടുത്തൊരു കാര്യം വെബ് ക്യാമാണ്. വെബ് ക്യാമിന് ക്വാളിറ്റി കുറച്ച് കുറവാണ്. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാമെന്നുള്ളൂ, അല്ലാതെ നല്ലൊരു ക്വാളിറ്റി വെബ് ക്യാം ഒന്നല്ല. പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് വെബ് ക്യാമിൻ്റെ ക്വാളിറ്റി നിന്ന് പ്രതീക്ഷിച്ചിരുന്നുമില്ല. പിന്നെ ഒരു കാര്യം ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മോശമല്ല, പക്ഷേ കുറച്ച് കളർ ആക്യുറസിയുടെ കാര്യം പറയുമ്പോൾ കുറച്ചൊരു കുറവുണ്ട്. ഞാൻ ആ ഒരു ഡിസ്പ്ലേയുടെ രണ്ടിൻ്റെയും കളർ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട് LGയുടെ, ഞാൻ മെയിൻ ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതും ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു
ഡിസ്പ്ലേയിലെ കളർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ മെയിൻ മോണിറ്ററും ഈ ലാപ്ടോപ്പിൻ്റെ മോണിറ്ററും ഞാൻ ഓൺ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിലേക്ക് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല എത്രമാത്രം. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇതിൻ്റെ കളർ കുറച്ച് വ്യത്യാസമാണ് വരുന്നത്. അത് എളുപ്പം മനസ്സിലാവാനായിട്ട് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആമസോണിൻ്റെ മെയിൽ കാണുന്നുണ്ട്. ഈ മെയിൽ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഈ ഓപ്പൺ ചെയ്ത മെയിലിന് വേറൊരു നിറമാണ് ശരിക്കും വരേണ്ടത്. പക്ഷേ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഇത്രയും മനസ്സിലാവുന്നുള്ളൂ അല്ലേ. അതേസമയം ഈ LGD ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. കണ്ട ആ കളർ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കളർ ഡിഫറൻസ് ഇതിൽ കിട്ടില്ല. അടുത്തത് പോർട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ പോർട്ടുകളുടെ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ 2 USB പോർട്ടാണുള്ളത്. ഒരു USB പോർട്ട് കൊണ്ട് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും എക്സ്ട്രാ കീബോർഡും മൗസും വെച്ച് വർക്ക് ചെയ്യണ ഒരാളാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു USB പോർട്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെൻ ഡ്രൈവ് ആ സമയത്ത് കണക്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ സമയം അതിന് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു USB പോർട്ട് കൊണ്ട് ഉണ്ടാവണം എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. ഇനി പറയാനുള്ള കാര്യം, ഇത്രയും നാളെ ഉപയോഗിച്ചാൽ എനിക്ക് ഈ ലാപ്ടോപ്പിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അടുത്തൊരാൾ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് 2 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫോൺ ഇതിലെ USB പോർട്ടിൽ കണക്ട് ചെയ്തതിന് ശേഷം ആ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മൗസ് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് ഡിക്റ്റേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്കിടയ്ക്കിട്ട് ഫേസ് ചെയ്യാറുണ്ട്. അതൊരു വലിയ പ്രശ്നമല്ല, ചിലപ്പോൾ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും തകരാറായിരിക്കും. ഹാർഡ്വെയർ വൈസ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഹാർഡ്വെയറിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കണ്ടത്. അത് OSന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കും എന്നാണ് അവരും പറഞ്ഞത്. അടുത്തൊരു പ്രശ്നം, അത് കുറച്ച് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ ഏതെങ്കിലും എന്താ പറയുക, ചിലപ്പോൾ ഒരു വിൻഡോ പെട്ടെന്ന് ക്ലോസ് ആയി പോവുക. അതുപോലെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് മെനു വരുന്നത് അപ്പോൾ തന്നെ ക്ലോസ് ആയി പോവുക. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആണ്, നമുക്ക് തീർക്കാവുന്നതുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എറണാകുളത്തുള്ള ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരു മെയിൽ വന്നു. അതായത് ഒരു ടെക്നീഷ്യൻ വിസിറ്റ് ചെയ്യും. അപ്പോൾ ആ ടെക്നീഷ്യനുള്ള ചാർജ്, അവർ ചെയ്യാൻ പോകുന്നതിൻ്റെ ചാർജ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 10,000 രൂപയോളാണ് അവർ ബില്ല് അയച്ചത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് വാറണ്ടി ഉണ്ട് 1 കൊല്ലം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബില്ല് വന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കീബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരാം. ആ കീബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചാർജാണ് ഈ 10,000 രൂപ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വാറണ്ടി പീരീഡിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് വാറണ്ടിയിൽ കവർ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ പ്രോസസ്സർ, അതുപോലെ ഹാർഡ് ഡിസ്ക്, അതുപോലെ റാം, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി തന്നെ അതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. മിക്കവാറും പ്രോസസ്സറിന് ഒരു 5 കൊല്ലം, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിനും 5 കൊല്ലമൊക്കെ ഉണ്ടാവും. റാമിനും 2-3 കൊല്ലമൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ HPക്ക് അതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറൊക്കെ അവർ തന്നെ, ഏതാണ് പ്രോസസ്സറിൻ്റെ നിർമ്മാതാക്കൾ എന്ന് വെച്ചാൽ AMD എന്ന് വെച്ച് കഴിഞ്ഞാൽ AMDയുടെ വാറണ്ടിയിൽ റിപ്പയർ ചെയ്ത് തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയും അതുപോലെ തന്നെ നമ്മുടെ കീബോർഡ്, ട്രാക്ക് പാഡ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും HP വാറണ്ടി തരേണ്ടത്. പക്ഷേ അതിന് HP വാറണ്ടി കൊടുക്കണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ കാര്യം സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോൾ അവരോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാറണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുള്ളതാണ്. ഏതൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മുടെ സ്പീക്കറോ അതുപോലെ ഡിസ്പ്ലേയോ കീബോർഡോ ട്രാക്ക് പാഡോ ഇതൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് തരുമോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ചോദിക്കണം. പ്രത്യേകിച്ച് ഇതുപോലുള്ള ലാപ്ടോപ്പുകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡൊക്കെ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലെ പാനൽ അടക്കം മാറണം. ആ മുഴുവൻ പാനൽ അടക്കം ട്രാക്ക് പാഡും എല്ലാം അടക്കം മാറിക്കഴിഞ്ഞാൽ ഇത് ശരിയാവുള്ളൂ. പിന്നെ അതിൻ്റെ അടിയിൽ ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സംഭവം കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ 10,000 രൂപയോളം അതിന് വില വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികമാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക ആ ഒരു കാര്യത്തിൽ. പക്ഷേ എനിക്ക് ഇത് മാറേണ്ടി വന്നില്ല. എനിക്കത് സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. സോഫ്റ്റ്വെയർ റീഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആ സംഭവം ശരിയായി. 2 കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന് HP കസ്റ്റമർ കെയറിൽ നിന്നുള്ള അവർ തരുന്ന സൊല്യൂഷൻസിൻ്റെ കാര്യത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മൾ തിരിച്ച് കോൾ ചെയ്യുന്ന കാര്യത്തിൽ, ഈ കാര്യത്തിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഈ വാറണ്ടിയുടെ ടേംസിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുന്നവരെ പറ്റിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷേ മിക്കവാറും കമ്പനികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ. പക്ഷേ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം
അത് സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അത് ശരിയാക്കി, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഈ ലാപ്ടോപ്പ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ലാപ്ടോപ്പാണ്. ഈ ഒരു ചെറിയ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് അത് ശ്രദ്ധിച്ച് വാങ്ങുകയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത്രയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് വാങ്ങാൻ പോകുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒപ്പീനിയനും കൂടി അവരോട് കണക്കിലെടുക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നന്ദി.